ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ്. നമ്മൾ ആഫ്റ്റർ ഇഞ്ചുറി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടുക്കാച്ചി വീഡിയോ ആണ്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞാൽ റൈസിങ് വീഡിയോ അത്രയും മതി. ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിംഗ് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഒരു കിടുക്കാച്ചി റൈസിങ് ഗ്രാഫിക്സ് ഗെയിമുമായിട്ട് വന്നിരിക്കുകയാണ്. ഫസ്റ്റിൻ്റെ എല്ലാ ഗെയിമും പോലെ നമുക്ക് സൗണ്ട് സോറി ഗൈസ്. പിന്നെ എല്ലാ ഗെയിമിലെയും പോലെ ഇത് ട്രെയിനിങ് ഉണ്ട് കേട്ടോ. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്കിപ്പ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടാപ്പ് ടു കണ്ടിന്യൂ. നമുക്ക് ഈ ഒരു കാർ വെച്ചാണ് നമ്മൾ നമ്മുടെ എൻ്റർ നെയിം, പ്ലെയറിൻ്റെ നെയിം കൊടുക്കണം. നമ്മൾ എല്ലാ ഗെയിമിലെയും പോലെ DADCR. ഗൈസ്, ഞാൻ ശരിക്കുള്ള കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ ഇപ്പോൾ എഡിറ്റിങ്ങിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇപ്പം നടന്ന എന്താണെന്ന് വെച്ചാൽ ചൂസ് യുവർ അവതാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നു. ഈ കാള് ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്തതാണ്. ഗൈസ്, എന്തായാലും ചൂസ് യുവർ അവതാർ, നമ്മൾ അവതാർ ചൂസ് ചെയ്തത് കണ്ട ഇയാളാണ്. ഇൻഫോർമേഷനൊക്കെ കൊടുത്തെങ്കിൽ ഇയാളാണ്. ഓക്കെ, നിങ്ങൾ ബാക്കിയുണ്ടോ ഗൈസ്? അപ്പോൾ നമ്മളെ കാള് വന്നതാണ്, സോറി. അപ്പം നമുക്ക് പുതിയൊരു കാറ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ ട്രെയിനിങ്ങിൽപ്പെട്ടൊരു ഭാഗമാണ് കാർ വാങ്ങിക്കുക എന്ന് പറഞ്ഞത്. നമ്മൾ എപ്പോഴത്തെ റേസിങ്ങിൽ വരെ കാർ വാങ്ങിച്ചിട്ടുണ്ട്. റേസിംഗ് ആണ്. ഓക്കെ, നമ്മൾ റേസിംഗ് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ട്. ഓക്കെ, പോയിട്ടുണ്ട്. അയ്യോ ഇടിക്കുമ്പോൾ തീപ്പൊരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്പാർക്ക്. ബൂസ്റ്റ്. ഇത് ഗ്രാഫിക്സ് കൊള്ളാമെങ്കിലും അത്രയ്ക്കൊന്നും വന്നിട്ടില്ലെങ്കിലും ഇതിട നീ എന്ത് തേങ്ങളായി പറയണ. നമ്മളെന്തായാലും ചെയ്ത പോലെ ഇപ്പം നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 6 പേരുണ്ട്. അതിൽ നമ്മളിപ്പോൾ 3-ാമതാണ്. ഒരാളെ ഇടിച്ച് നമ്മൾ കൊന്നിട്ടുണ്ട്. അപ്പം ഒരിടി സൂപ്പറായിരുന്നു. പെർഫെക്ഷൻ കിട്ടി. നമ്മളിപ്പോൾ പൊസിഷൻ 6-ാമതിൽ ഫസ്റ്റാണ്. ആറാമത്തെ 6 പേരുണ്ട്. അതിൽ ഫസ്റ്റാണ് നമ്മളിപ്പോൾ പൊസിഷൻ. ലാപ്പ് ഒന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരേ ലാപ്പ് തന്നെയാണ്. ഓക്കെ ഫിനിഷിങ്. ഓക്കെ, ജയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് ഗൈസ്. ഇനി നമ്മൾ അടുത്ത ലെവലിൽ കളിക്കാൻ പോകണേ. ഇപ്പം 3-ാമത്തെ ലെവൽ അൺലോക്കായി. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് 3-ാമത്തെ ലെവൽ 2-ാമത്തെ ലെവൽ കളിക്കാതെ 3-ാമത്തെ ലെവൽ ഒറ്റയടിക്ക് മണ്ടയിൽ കയറി പോയാൽ ആരെങ്കിലും നമ്മളെ തട്ടി താഴെ ഇടും. അവിടെ നമ്മൾ പയ്യെ കയറിപ്പോണം. 2-ാമത്തെ ലെവൽ കയറി 3-ാമത്തെ ലെവൽ അങ്ങനെ പോകണം. ഓക്കെ ഓടിക്കോ. ഇപ്പം തന്നെ ബൂസ്റ്റ് ഉണ്ട്. ബൂസ്റ്റ് യൂസ് ചെയ്താൽ ഒരു പച്ചക്കാരനെ തോപ്പിച്ച് പോകാൻ നോക്കണം. മറ്റേ കുറേ ആയി ഈ ബൂസ്റ്റ് നമ്മളിപ്പോൾ തീരാനുള്ള പ്രശ്നം. നമുക്കേ ബൂസ്റ്റ് ഇൻഫിനിറ്റി വേണം. അവനെ തോപ്പിക്കാൻ പോണോ ഇടിച്ച്. അങ്ങോട്ടും ഇടി. ഇതിൽ ടച്ച് കൺട്രോളും പിന്നെ വേറെ കൺട്രോളും ഉണ്ട്. മറ്റേ ഇത് ഫോണിങ്ങനെ തിരിച്ചിടിച്ചില്ലേ, ആ കൺട്രോളും ഉണ്ട്. പിന്നെ മറ്റേ കൺട്രോളും ഉണ്ട്. ഇത് ടച്ച് പാഡ് കൺട്രോൾ. ടച്ച് പാഡാകുമ്പോൾ പറയണോ? അതാണിപ്പോൾ സൈഡിൽ കാണുന്നത്. അതാണ് ഞാൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഫോണിൽ കളിക്കാവുന്ന ഫോണിൽ തിരിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതും പരിചയമുള്ളതും ടച്ച് കൺട്രോളാണ്. അതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഫിനിഷ്. എന്തായാലും ഞാനേ ചെയ്യും. പിന്നെ എന്തിനാണ് ഇത് കളിക്കുന്നതെന്ന് പോലെ ചെയ്യാനോട്. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ലെവലിൽ പോകാം. ബൈ നമ്മൾ 5th ലെവൽ വരെ കളിക്കും. അത് നമ്മൾ പൊട്ടിയാലും ഒന്നും കുഴപ്പമില്ല. ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. അപ്പം 5th ലെവലിൽ വരെ ആയിരിക്കും വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണമെന്ന് പാവമായി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ സെറ്റ്. ബോസ് ഫൈറ്റാണ്. ബോസ് ഫൈറ്റ്. മേള ചിഹ്നം കാണിക്കും എങ്ങനെയാണുള്ള റോഡ് ഇരിക്കണേന്ന്. അതുകൊണ്ട് ഭാഗ്യം. ഇനി ഒരു വളവും കൂടെ കാണണം. ഇല്ലേ, ഒരു സിക്സാക്ക് രീതിയിൽ പോകണം, അത്രേ ഉള്ളൂ.
മേള ചിഹ്നം കണ്ട മേള ചിഹ്നം കാണിക്കണ്ട. ഇപ്പോൾ റൈറ്റിലോട്ട് തിരിയണം. കണ്ട ഇതാണ് സൂപ്പർ. മേള ചിഹ്നം കാണിക്കണോണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഥവാ അത് റിയൽ പ്ലെയേഴ്സ് ആണെങ്കിൽ പൊളിക്കും. നമ്മൾ നല്ല കിട്ടില്ലോ. എനിക്ക് റിയൽ പ്ലെയേഴ്സ് ന്യൂബാണെന്ന് തോന്നുന്നു. ന്യൂബ് അതുകൊണ്ടാണ് നമ്മൾ ജയിച്ച് ന്യൂബായിട്ട് വരണം. അല്ല പ്രോ ആയിട്ട് വരണത്. ഇനിയും റൈറ്റിലോട്ട് തിരിയണം. അതാണ് കാണിക്കണത്. ചിഹ്നം കാണിച്ചാൽ നമ്മൾ ചിഹ്നത്തിൽ കൂടെ തന്നെ പോകണം. ഈ മേളിൽ കാണിക്കുന്ന സൈൻ ബോർഡ് കണക്ക് തന്നെ നമ്മൾ പോകണം. സൈൻ ബോർഡിൽ കാണിക്കുന്ന ചിഹ്നം അടിയിൽ കമ്പൊന്നും ഇല്ലെങ്കിലും നമ്മൾ നോക്കണം. ഗൈസ് പിന്നെ ചുമ്മാ വായിട്ട് സംസാരിച്ചുകൊണ്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ല. ഞാൻ റാപ്പ് ചെയ്യണമില്ല. ഞാനിപ്പോൾ സംസാരിച്ചതിന് ശ്വാസം വിടാൻ പറ്റില്ല. സോറി. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചലക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയാൻ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, പ്രൈസൊക്കെ കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പ്രൈസ് കിട്ടിയില്ല. ഓക്കെ, PVP ഉണ്ട്, കരിയറുണ്ട്, കരീപ്പിക്കുണ്ട്. നമ്മുടെ കാർസ് ഒന്ന് നോക്കിയേക്കാം. ഇത് 500 രൂപയുടെ. ഇത് 40 ഡയമണ്ടിൻ്റെ വണ്ടി. ഇതാണ് വണ്ടി. ഓക്കെ, ഇത് കൊള്ളില്ല. ഇതൊക്കെ പഴയ മോഡൽ വണ്ടി. വണ്ടികൾ. ഇത് ഏത് വണ്ടി? വേണ്ട എനിക്കിത് വേണ്ട. ഇതും കൊള്ളത്തില്ല. ഇത് വണ്ടി പോഷ വേണ്ട. ഇത് വേണ്ട. ഇത് BMW. ഇതെന്ത് പറ്റിയേ? ഞാൻ കാറെടുത്താ? ഇത് BMW അല്ലല്ലേ? എന്തോ കൊടുത്ത് ബസ് ഞാൻ മൈക്കാറെന്നുള്ള ഓപ്ഷൻ കൊടുത്ത്. മണ്ട എന്ന് പറഞ്ഞാൽ ഭൂലോക മണ്ടൻ ഗൈസ്. അയ്യോ, വേണ്ട BMW കിടക്കണം. ഇതുവല്ല വാങ്ങിക്കാൻ കിട്ടി എൻ്റെ മോനെ. ഞാൻ ഈ പൊട്ടൻ അത് കൊടുത്തേക്കാണ്. വാങ്ങിക്കാൻ പറ്റൂല. ഞാൻ മൈ കാറിലോട്ട് കൊടുത്തു. ഓക്കെ, 4ാമത്തെ റേസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ, നോക്കാം. ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട് റേസിലോട്ട്. അതാണ്ട് ഇവിടെ ഫ്ലാഗൊക്കെ കൊടി പറന്നിട്ടുണ്ട്. ഇനി നമ്മൾ കയറേണ്ടത് റേസിംഗ് മോഡിലോട്ടാണ്. സെറ്റ്. യെസ്, നമ്മൾ പുലി മൂഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഗൈസ്, എനിക്ക് എന്തൊക്കെയോ പറ്റി. എനിക്ക് സെക്കൻഡ് പ്രൈസാണ് കിട്ടിയത്. അയ്യോ, അമ്മ പോയേ. നമ്മളെന്തായാലും അടുത്ത് റൈസ് അപ്ഗ്രേഡോ